പൂവിളിയും ചെണ്ടമേളവും അല്പം വയനാടിൻ്റെ തണുപ്പും. ഞാനിന്നുള്ളത് വയനാട് കൽപ്പറ്റയിലെ NMSM ഗവൺമെൻറ് കോളേജിലാണ്. ഇവിടെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വലിയൊരു ഓണാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നു. ഇന്നത്തെ ക്യാമ്പസ് ഓണം ഇവിടെ നിന്നാണ്. NMSM കോളേജിലെ ഓണാഘോഷം അങ്ങനെ തകൃതിയായി നടക്കുകയാണ്. ഇവിടെ വിദ്യാർത്ഥികളെല്ലാവരും തന്നെ പൂക്കളമിട്ട് വിവിധ മത്സരങ്ങൾക്കായി തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു. നമ്മളോടൊപ്പം ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട്. എത്ര ദിവസത്തെ ഓണാഘോഷമായിരുന്നു? 2-3 ഇന്നലെയും ഇന്നുമായിട്ട് ഓണാഘോഷ പരിപാടി. എന്തൊക്കെയാണ് ഓണത്തിന്റെ വിശേഷങ്ങൾ? എന്തൊക്കെയായിരുന്നു? മഴ ഒഴിച്ച് നിർത്തിയാൽ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. ഇന്നലെ ആണെങ്കിലും മഴ ഉണ്ടായിരുന്നു, ഇന്നാണെങ്കിലും മഴ ഉണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും കുട്ടികളും അധ്യാപകരും ചേർന്ന് എല്ലാവർക്കും വേണ്ടി ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ ഒരു പൂക്കളം ഒരുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. വിദ്യാർത്ഥി സമൂഹവും അധ്യാപക സമൂഹവും എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുകയാണ്. എന്താണ് മാവേലി എപ്പോൾ ഇറങ്ങി പാതാളത്തിൽ നിന്നൊക്കെ? ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ക്യാമ്പസിലോണൊക്കെ? ക്യാമ്പസിലാണ് അടിപൊളി ഓണാണ്. പൊട്ടിക്കൂല, പിള്ളേര് വിളിച്ചപ്പോ ഓടി വന്നതാ. വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും ഇവിടെ ഓണ വൈബിലാണെന്ന് വേണം പറയാൻ. കാരണം അവർക്ക് തന്നെ ഒരു ഡ്രസ് കോഡ് ഉണ്ട്. അത് ഞങ്ങൾ കളർ ഏതെങ്കിലും പറയും, ആ കളറിന്റെ പല വെറൈറ്റീസ് ആയി പോകാറാണ് പതിവ്. അതുകൊണ്ട് ഈ കൊല്ലം ആ പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും ബ്ലാക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ബ്ലാക്കിൽ വേറെ കളറൊന്നും കയറി വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഈ കൊല്ലം അത് വളരെ സക്സസ് ആയിട്ടുണ്ട്. വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ. വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ. അങ്ങനെ ഓണസദ്യയുടെ രുചിയും ഈ കലാലയത്തിന്റെ സൗഹൃദവും നിറഞ്ഞ ഈ ഒരു ഓണാഘോഷം ഇന്നിവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ന്യൂസ് മലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ.